മുല്ലപ്പൂ കച്ചവടം മൂത്രപ്പുരയിൽ വാസം എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നതൊക്കെ ജനാധിപത്യവും മനുഷ്യാവകാശവും, ചെയ്യുന്നതുമൊക്കെ ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശ ധ്വംസനവും എന്നുള്ളത് ഒരു കലയായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. മനുഷ്യാവകാശങ്ങളോടോ മനുഷ്യരോടോ യാതൊരു വിധത്തിലുള്ള ആദരവോ അന്തർദേശീയ തലത്തിലുള്ള ബഹുമാനമോ ഇതുവരെ ചരിത്രത്തിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു രാജ്യം. നമുക്കറിയാലോ, ഈ ഇപ്പോൾ ആണവ വിഷയം നടക്കുമ്പോൾ നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ആണവായുധം ഉപയോഗിച്ച് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള രാജ്യം, അത് അമേരിക്കയാണ്. മനസ്സിലെ അത് യുദ്ധം പരാജയപ്പെട്ട് പൂർണ്ണമായും ഏതാണ്ട് കീഴടങ്ങിക്കഴിഞ്ഞ ഈ ജപ്പാന്റെ മുകളിലാണ് 2 ആണവ ബോംബുകൾ പരീക്ഷിച്ച് ഇതിന്റെ പ്രയോഗം മനസ്സിലാക്കിയത്. അപ്പൊ അത്തരത്തിൽ, അതായത് മനുഷ്യവംശത്തിനോട് ഇപ്പോഴും ഈ ജപ്പാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ജനങ്ങൾ ഇപ്പോഴും അമേരിക്കയോട് കൊടുത്തിട്ടില്ല. ആ കാര്യത്തിൽ ഈ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്നു എന്നുള്ളത് ഡിപ്ലോമസിയിൽ നമ്മൾ പറയാറുണ്ട് എങ്കിലും ഒരു രാജ്യത്തിന്റെ നയമായി മാറിയിരിക്കുന്ന രാജ്യമാണ്, നയമാക്കിയിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതിന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം വാസ്തവത്തിൽ ഇപ്പോ നടക്കുന്ന ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് കൂടി വിത്തിട്ടത് അമേരിക്കയാണ്. എങ്ങനെ അമേരിക്ക വിത്തിട്ടു? 1953 അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദെഖ് എന്ന് പറയുന്ന പുരോഗമനവാദിയായിട്ടുള്ള ഭരണാധികാരി, അദ്ദേഹം അവിടുത്തെ ഓയിൽ മേഖലയെല്ലാം നാഷണലൈസ് ചെയ്തു. ആ രാജ്യത്തിന് വേണ്ടി ഗുണകരമായ തരത്തിലാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടിൽ നാഷണലൈസ് ചെയ്തപ്പോ CIA ഉപയോഗിച്ച്, അമേരിക്കൻ ചാരസംഘടനയായ CIA ഉപയോഗിച്ച് അദ്ദേഹത്തെ അട്ടിമറിച്ചതാരാ? അമേരിക്കയാണ്. അന്ന് അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് റസ പൗലവി എന്ന് പറയുന്ന പൗലവി കുടുംബത്തിന്റെ കയ്യിൽ ഈ ഭരണകൂടത്തെ ഏൽപ്പിച്ചു കൊടുത്തത്, രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുത്തത്. അവരുടെ തോന്നിവാസത്തിന്റെ പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ വന്നത്.